കോഴിക്കോട് 15-കാരിയെ പീഡിപ്പിച്ച സംഭവം, ഈ സംഭവവുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളെയൊക്കെ ഇന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരാക്കുന്നുണ്ട്. 14 വയസ്സൊക്കെയുള്ള വിദ്യാർത്ഥികളാണ് ഈ ലൈംഗിക അതിക്രമം നടത്തിയത്. 11-കാരൻ പീഡന ദൃശ്യം പകർത്തി പ്രചരിപ്പിച്ചതായും പരാതികൾ വരുന്നുണ്ട്. ദിൽഷ തിലകനാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ദിൽഷ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരാക്കുന്നുണ്ട്. എപ്പോഴാണ് ഹാജരാക്കുന്നത്? അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വേണം. ഒപ്പം ഇതിൽ ഈ ലൈംഗിക ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ നിലനിൽക്കുകയാണല്ലോ. സേതു, ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു. ഏകദേശം ഒരാഴ്ച മുമ്പാണ് കോഴിക്കോട് ഫറോക്കിൽ ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. 15-കാരിയെ 14 വയസ്സുള്ള തൊട്ടടുത്ത സ്കൂളിലെ 2 വിദ്യാർത്ഥികൾ ചേർന്ന് പീഡിപ്പിക്കുന്നു. അതിലേറെ ഭയപ്പെടുത്തുന്ന മറ്റൊരു കാര്യം, 11 വയസ്സുള്ള ഒരു 6ാം ക്ലാസ്സുകാരനാണ് ഈ പീഡന ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചത് എന്നാണ്. ഈ 6ാം ക്ലാസ്സുകാരൻ്റെ ഫോണിൽ അവിചാരിതമായിട്ട് ഈ പീഡന ദൃശ്യങ്ങൾ കാണാനിടയായ പെൺകുട്ടിയുടെ ബന്ധുവാണ് ഈ കാര്യം വീട്ടുകാരെ അറിയിക്കുന്നത്. അങ്ങനെ ഇത് സ്കൂൾ അധികൃതരെ അറിയിക്കുകയും അവിടെ നിന്ന് പെൺകുട്ടിയെ ഒരു കൗൺസിലിങ്ങിന് വിധേയമാക്കുകയുമായിരുന്നു. അങ്ങനെ ആ കൗൺസിലിങ്ങിലാണ് പെൺകുട്ടി ഈ കാര്യം തുറന്നു പറയുന്നത്. അതുവരെ ഈ പെൺകുട്ടി ഭയന്നതുകൊണ്ടായിരിക്കണം ആരോടും ഈ ഒരു കാര്യം തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കൗൺസിലിങ്ങിനിടെയാണ് കുട്ടി ഞെട്ടിക്കുന്ന വിവരം പുറത്തു പറയുന്നത്. അങ്ങനെയാണ് ഇത് അധ്യാപകരും കുട്ടിയുടെ ബന്ധുക്കളും എല്ലാവരും അറിയുന്നത്. തുടർന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ ഈ വിവരം അറിയിക്കുകയായിരുന്നു. എന്തായാലും ഇന്ന് ഏകദേശം 11 മണിയോടുകൂടി ഈ വിദ്യാർത്ഥികളോട് ഹാജരാകാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇത് നല്ലളം പോലീസ് പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് ഇത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് കൈമാറുന്നത്. ഏകദേശം 11 മണിയോടുകൂടി ഈ വിദ്യാർത്ഥികളോട് ഹാജരാകാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇത് ചൂണ്ടിക്കാട്ടിയിട്ട് ഈ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നു. ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു. ഇതിലെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ലൈംഗിക പീഡനത്തിന് ഇരയായ കുട്ടിയും അതുപോലെ തന്നെ ഈ ലൈംഗിക പീഡനത്തിന് വിധേയരാക്കിയവരും എല്ലാവരും തന്നെ മൈനേഴ്സാണ്, 18 വയസ്സിന് താഴെയുള്ളവരാണ്. അവരെ ഇന്ന് ഹാജരാക്കും. അതിനുശേഷം ചോദ്യം ചെയ്ത് അതിനൊക്കെ ശേഷം മാത്രമായിരിക്കും മറ്റു നടപടികളിലേക്കെല്ലാം തന്നെ ഈ ഒരു വിഷയത്തിൽ കടക്കുക. സേതു. ഓക്കെ ദിൽഷ, ശരി. ഈ വിഷയത്തിലൊക്കെ നമ്മൾ എന്തോന്ന് പറയാനാണല്ലേ. എല്ലാം വിദ്യാർത്ഥികളാണ്, പിള്ളേരാണ്. 15 വയസ്സുള്ള പെൺകുട്ടി പീഡനത്തിന് ഇരയായത് 15 വയസ്സുള്ള പെൺകുട്ടി. ഈ ആരോപണ വിധേയരാകട്ടെ, അവരും സ്കൂൾ കുട്ടികളാണ്. 13 14 വയസ്സുള്ള പിള്ളേരാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോരോ സംഭവങ്ങൾ, എനിക്ക് ഈ സംഭവങ്ങൾ കേൾക്കുന്നതിനപ്പുറം ഈ കുട്ടികളുള്ള രക്ഷിതാക്കളുടെ ഒരു അവസ്ഥയാണ്. ഈ പിള്ളേരെ സ്കൂളിൽ പറഞ്ഞു വിടുമ്പോൾ പോലും ഇവർക്കൊരു മനസമാധാനത്തോടെ എങ്ങനെ വീട്ടിലിരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ സ്ഥിരമായി വരുമ്പോൾ ഇവിടെ ഇപ്പം പണ്ടൊക്കെ ആണെങ്കിൽ ഈ ആൺപിള്ളേർക്കൊക്കെ കുറച്ച് രക്ഷയുണ്ടെന്ന് പറയാം. പക്ഷേ ഇപ്പോൾ അതും ഇല്ല. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള പല ലൈംഗിക ചൂഷണങ്ങൾക്കും ആക്രമണങ്ങളും ഒക്കെ വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളിലൊക്കെ ഇങ്ങനെ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് കുറേയെങ്കിലുമൊക്കെ ഇതിനെയൊക്കെ കുറച്ചുകൊണ്ട് വരാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു.